ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുക, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ സാർ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ എങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുക, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് സാർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ചെറിയ വീഡിയോ ആയിട്ട്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കാൻ 6 മാർക്കിൻ്റെ ചോദ്യം പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. 6 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോട്ടീസ് തയ്യാറാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള നോട്ടീസ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ദയ അല്ലേ, ദയ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഭാഗമായി തയ്യാറാക്കാവുന്ന ഒരു നോട്ടീസ് അങ്ങനെ വരാം. അതല്ലെങ്കിൽ അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു തുള്ളൽ നടക്കുന്നുണ്ട്. ആ തുള്ളലിൻ്റെ ഉദ്ഘാടകൻ ഇന്ന ആളാണ്. അന്നേ ദിവസത്തെ പരിപാടിക്കായി തയ്യാറാക്കാവുന്ന ഒരു നോട്ടീസ് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ തയ്യാറാക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വിരളമായി റയറായി ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പോസ്റ്റർ തയ്യാറാക്കുക. കാരണം പോസ്റ്റർ തയ്യാറാക്കലൊക്കെ ഒരു 7ാം ക്ലാസ്സോട് കൂടി സാധാരണ അവിടെയാണ് 7ാം ക്ലാസ്സിലാണ് ഉണ്ടാവാറ്. അതിനുശേഷമുള്ള ഹയർ ക്ലാസ്സുകളിൽ അത് ചോദിക്കാറില്ല. എങ്കിലും അഥവാ ചോദിച്ചാൽ എങ്ങനെ എഴുതണം അത് രണ്ടുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തലക്കെട്ട്, നോട്ടീസിന് തലക്കെട്ടുണ്ടാകണം. എന്താണ് പരിപാടി എന്നതിനെ കുറിച്ചായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന തലക്കെട്ട്. എന്താണ് പരിപാടി നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു തലക്കെട്ടായിട്ട് നിങ്ങൾ കൊടുക്കണം. അതായത് പൊതുവിവരം എന്നാണ് അതിൻ്റെ അർത്ഥം. നോട്ടീസിന് മൂന്ന് പാർട്ടുണ്ട്. ഒന്നിച്ചൊരൊറ്റ ഭാഗമായിട്ട് എഴുതിയാൽ മതി, പക്ഷേ 3 പാർട്ടുണ്ട്. ഒന്ന് പൊതുവിവരം, ക്ഷണക്കത്ത്, കാര്യപരിപാടി. ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നോട്ടീസ് ഉണ്ടാവുക. അതിൻ്റെ പൊതുവിവരമാണ് തലക്കെട്ടായി കൊടുക്കേണ്ടത്. എന്താണ്, എവിടെയാണ് പരിപാടി നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ശീർഷകം അതല്ലെങ്കിൽ തലക്കെട്ട് ഉണ്ടായിരിക്കും. അപ്പം നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, തലക്കെട്ടുണ്ടാവണം. ആ തലക്കെട്ട് നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിൻ്റെ ഒരു ലെങ്ത്ത് ഇതുണ്ടല്ലോ, വലിപ്പം, ആ വലിപ്പത്തേക്കാൾ അല്പം വലിയ അക്ഷരത്തിൽ വേണം എഴുതാൻ. വലിയ അക്ഷരം മീൻസ് വലിയ അക്ഷരമല്ല, നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിൻ്റെ വലിപ്പത്തിൻ്റെ കുറച്ചുകൂടെ വലിയ വലുപ്പത്തിലായിരിക്കണം തലക്കെട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നോട്ടീസിന് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? തലക്കെട്ടാണ്. ഇനി അഭിസംബോധന, അതായത് തലക്കെട്ട് പൊതുവിവരം ഞാൻ കാണിക്കാം. നമുക്കൊരു ഡെമോ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അഭിസംബോധന, പ്രിയരെ, മാന്യരെ, മാന്യജനങ്ങളെ തുടങ്ങിയ ഏതെങ്കിലും ഒരു അഭിസംബോധന കൊടുക്കണം. ക്ഷണക്കത്ത് തുടങ്ങുന്നത് അഭിസംബോധനയോട് കൂടിയായിരിക്കണം. ഇനി ലഘുവിവരണം, എവിടെ വെച്ചാണ്, ഏത് തീയതിയിൽ, എത്ര സമയമാണ് പരിപാടി തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ ആ ക്ഷണക്കത്ത്. മാന്യരെ, ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന പരിപാടി നടക്കുന്നുണ്ട്, ആ പരിപാടിയിൽ ഇന്ന ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് സംബന്ധിക്കുന്നത്? അവരുടെ പേരുകൾ സംബന്ധിക്കുന്നുണ്ട്. അന്നേ ദിവസം ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഇതാണ് ക്ഷണക്കത്ത്. ആദ്യം മാന്യരെ, പ്രിയരെ, മാന്യജനങ്ങളെ തുടങ്ങിയ കൊടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ലഘു വിവരണം തയ്യാറാക്കണം. മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലായോ? ഇനി പിന്നെ ആരാണ് നടത്തുന്നത്, ആരാണ് അതിഥി തുടങ്ങിയ വിവരങ്ങളൊക്കെ അതിലുണ്ടാവണം കേട്ടോ. നിങ്ങളുടെ പ്രധാന ഈ പരിപാടിയിൽ ഇന്ന ആള് ഉദ്ഘാടകനായി എത്തുന്നു, ഇന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ചോദ്യം എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ പൊതുവിവരത്തിൽ ആ ക്ഷണക്കത്തിന് താഴെ, അതായത് ക്ഷണക്കത്തെന്ന് പിന്നെ ആ ക്ഷണിക്കുന്നതിന് തൊട്ട് താഴത്തെ എഴുതണം എന്നർത്ഥം. ആരാണ് ഇനി അതിനുശേഷം ഇന്ന് ആരാണ് തയ്യാറാക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളാണ് തയ്യാറാക്കുന്നതെങ്കിൽ വിദ്യാർത്ഥി. ഇനി നിങ്ങളുടെ ഹെഡ് മാസ്റ്ററാണ് തയ്യാറാക്കുന്നതെങ്കിൽ പ്രധാന അധ്യാപകൻ. ഇനി പിന്നെ പ്രസിഡന്റ്, ഏതെങ്കിലും ഒരു പൊതുപരിപാടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരാളുണ്ടെങ്കിൽ അയാളാണ് കത്ത് തയ്യാറാക്കുക എന്ന് പ്രസിഡന്റ്.
ഇത്രയും ആണ് എന്ത് വരുന്നത്, ക്ഷണക്കത്തിൽ വരുന്നത്. മനസ്സിലായോ? അതിനുശേഷം കാര്യപരിപാടി നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ മാത്രം അത് കൊടുത്താൽ മതി. നിങ്ങളോട് ഇന്ന പരിപാടിയിൽ ഒരു കാര്യപരിപാടി കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ കാര്യപരിപാടിയിൽ പ്രാർത്ഥനയാണ് ആദ്യം വരിക. അതുപോലെ സ്വാഗതമാണ് രണ്ടാമത് വരിക. മൂന്നാമത് അധ്യക്ഷനാണ്. അതിനുശേഷം അധ്യക്ഷനാണ് ആരെ വിളിക്കേണ്ടത്, ഉദ്ഘാടകനെ വിളിക്കേണ്ടത്. അപ്പം അധ്യക്ഷൻ ഇതാവശ്യപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. കാര്യപരിപാടിയുടെ കൂടിയൊരു നോട്ടീസ് തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ മാത്രം കാര്യപരിപാടി ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്ന് പ്രസിഡന്റോ നിങ്ങൾ ഏതാണോ ആ ക്ഷണക്കത്തിൽ അവസാനിപ്പിക്കുക. തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തുടർന്ന് അല്ലെങ്കിൽ ചടങ്ങിൽ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരൊറ്റ വാക്യത്തിൽ അത് ഒതുക്കിയാൽ മതി. ഇതാണ് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർത്ത് വെക്കുക. തലക്കെട്ടുണ്ടാവണം. തലക്കെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതാണോ പരിപാടി അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടുന്ന തലക്കെട്ടുണ്ടാവണം. അഭിസംബോധന ഉണ്ടാവണം. പ്രിയരെ, മാന്യരെ, മാന്യജനങ്ങളെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു അഭിസംബോധനയോട് കൂടി വേണം തുടങ്ങാൻ. പിന്നെ ഒരു ലഘു വിവരണം വേണം. എന്തൊക്കെയാണ് ലഘു വിവരണത്തിൽ വേണ്ടത്? എവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത്, ഏത് രീതിയിലാണ് നടക്കുന്നത്, എത്ര സമയത്താണ്, ഏത് തീയതിയിലാണ്, ഏത് സമയത്താണ്, ആരാണ് നടത്തുന്നത്, ആരാണ് അതിഥി തുടങ്ങിയ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്ത് ലഘു വിവരണം എന്ന് പറയുന്ന ഭാഗത്തുണ്ടായിരിക്കേണ്ടത്. ഇനി അവസാനം എന്ന് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്ന് വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്ന് പ്രധാന അധ്യാപകൻ തുടങ്ങി ആരാണോ ഇത് തയ്യാറാക്കുന്നത് അവരുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് കൂടി എഴുതണം. ഇനി നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ കാര്യപരിപാടി കൂടി ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ കാര്യപരിപാടിയെ ചോദിച്ചില്ലെങ്കിൽ തുടർന്ന് പൊതു ചടങ്ങിൽ പ്രമുഖർ സംസാരിക്കുന്നു. ഇത് നോക്കൂ നിങ്ങൾക്ക്, ഇതൊരു ക്ഷേത്രത്തിലെ നോട്ടീസാട്ടോ. ഇതൊരു ക്ഷേത്രത്തിൻ്റെ നോട്ടീസാണ്. ഇതൊരു നോട്ടീസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊതുവിവരം എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് വാർഷിക പൊതുയോഗം അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമാ പ്രദർശനം, അതാണ് ദയയുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. അതല്ല അല്പമല്ല പുച്ഛിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ എന്താ പറയുക, തുള്ളൽ പ്രദർശനവും തുള്ളൽ പ്രദർശനവും അതിനെക്കുറിച്ചുള്ള വിവരണവും തുള്ളൽ പ്രദർശനം എന്ന് എഴുതിയാൽ മതി. തുള്ളൽ പ്രദർശനം, അങ്ങനെ ഒരു പൊതുവിവരം. ഇതാണ് ക്ഷണക്കത്ത്. ഇതിനെയാണ് ക്ഷണക്കത്ത് എന്ന് പറയുക. ഇതാണ് കാര്യപരിപാടി. കണ്ടോ? 3 ഒരേ നോട്ടീസായിരിക്കും, പക്ഷേ 3 ഭാഗമുണ്ടായിരിക്കും. അതിൽ ഈ ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യത്തിനുണ്ടാവും. ഈ ഭാഗം കൂടെ, അതേ കാര്യപരിപാടി കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതുകൂടി ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഇത്രയുമാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഇത് ഞാനിത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിനെ എന്ത് ചെയ്യണം മക്കളെ? അതിനുശേഷം അതിനെ ഒരു ബോക്സിനുള്ളിലാക്കണം. മനസ്സിലായ? ഒരു കോളത്തിനുള്ളിലാക്കണം. എഴുതി കഴിഞ്ഞിട്ട് കോളത്തിനുള്ളിലാക്കുക. നോട്ടീസിൻ്റെ ഫോർമാറ്റാണിത്. ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് നോട്ടീസ് എഴുതേണ്ടത്. അപ്പോൾ നോട്ടീസ് എൻ്റെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോട്ടീസ് എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും മക്കളെ, ബൈ.